അസ്സാം വലൈക്കും. ഞാൻ 2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഭയങ്കര പഴയ വീഡിയോസാണ്. ഈ വീഡിയോ തന്നെ ഒരു 3-4 ആഴ്ച, ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടാവണം. എന്നുവെച്ചാൽ കുറച്ചധികം ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. പോവാറില്ല, അറിയാലോ. പിന്നെ ഇതെനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കല്യാണമായിരുന്നു. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു. സ്വാതി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുട്ടി. അങ്ങനെ റെയറായിട്ടുള്ള നല്ലൊരു മനസ്സുള്ളൊരു കുട്ടി. അത് സംസാരിക്കുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. പഠിച്ചത് എൻ്റെ കൂടെ, ഡിഗ്രിക്കൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ കല്യാണത്തിന് ഇങ്ങനെ പോയിട്ട് വന്നതാണ്. അപ്പോൾ സുർജി വന്നു. ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് തിരിച്ച് ഓഫീസിലോട്ട് കയറി. ഞാൻ പിന്നെ ഐഷുവിനെയും കൊണ്ട് ലുലുവിലൊക്കെ പോയി. അവൾക്ക് പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് പോപ്കോണൊക്കെ കഴിച്ചപ്പോൾ അവൾ ഓക്കെ ആയി. അവൾ സദ്യയൊന്നും കഴിച്ചില്ല. വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെയാണ് പുറത്ത് പോയാൽ പിന്നെ നോക്കണ്ടല്ലോ. അപ്പോൾ അവൾ തന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി പോവാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് പിന്നെ മടുത്ത് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഉമ്മച്ചി പോവാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ലുലുവിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഒരു ചിക്കൻ കറി ആണല്ലോ, ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും മീനും കാര്യങ്ങളും പരിപാടികളൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫിഷ് റെസിപ്പീസൊന്നും അധികം ഇടാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ പിന്നെ വല്ല ആണ്ടിലും അങ്ങാടിക്കും ആണല്ലോ. അതുകൊണ്ട് അത് അല്ല. അപ്പോൾ ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മുടെ കശ്മീരി ചിക്കൻ കറിയുടെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു കറിയാണ്. കശ്മീരി ചിക്കൻ കറി ഞാൻ എന്തായിരുന്നാലും കശ്മീരി ചിക്കൻ കറി ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്തായിരുന്നാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ ക്രീം യൂസ് ചെയ്തിട്ടായിരുന്നു. ഞാൻ ഈ പശുവും പാൽ എന്ന് പറയുന്നൊരു സാധനം എനിക്ക് കറിയിലോട്ടൊക്കെ കൊണ്ടുവരാണ്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ലാസ്റ്റ് 2 പ്രാവശ്യം വെച്ചപ്പോഴൊക്കെ ഞാൻ പശുവും പാലാണ് യൂസ് ചെയ്തത്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ്, അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റിനെ മാറ്റി മറിക്കുന്നൊരു സംഭവമായിരുന്നു ഞാൻ പശുവും പാൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ഇൻഷാ അള്ളാ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതെന്തായിരുന്നു അത്, പാകിസ്ഥാനി ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗീയാണ് വേണ്ടത്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രഷാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്ത് വെക്കണം. നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വേണ്ടത് കൊത്തിയരിഞ്ഞ സവാളയാണ്. ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലത്തെ. ഒരു 2 ടൊമാറ്റോ, അതും അതേ സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി. എന്നിട്ട് കുക്കായ ഒരു ഇച്ചിരി കുക്കായി വന്ന നമ്മുടെ ചിക്കനിലോട്ട് നമ്മൾ സവോളയും ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുക. ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക. ഇതിനകത്ത് വഴറ്റൽ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. എന്തായിരുന്നാലും എല്ലാം പണി തന്നെയാണ്. പിന്നെ വഴറ്റണ്ട എന്ന് പറയുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസത്തിന്. പിന്നെ നമുക്ക് ടൊമാറ്റോ ആണ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൊമാറ്റോ ആൻഡ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, അതും കൂടി ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുവാണ്. വീണ്ടും മിക്സ് ചെയ്യുന്നു, അടച്ചു വയ്ക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്യുന്നത്. സ്പൈസ് പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ സ്പൈസ് പൗഡേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. ചില കറികൾക്ക് നമ്മൾ പെരുംജീരകപ്പൊടി സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് സ്കിപ്പ് ചെയ്യുന്നില്ല, എല്ലാ പൗഡേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെന്താ എന്തെങ്കിലും വിട്ടുപോയോ, പെരുംജീരകപ്പൊടി. യെസ്. അപ്പോൾ അതും എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ വീണ്ടും ഇതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നീട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ തൈരാണ്. നമ്മുടെ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈരില്ലേ, നമ്മുടെ തൈര്, അതിനിപ്പോൾ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ തൈരാണ് പിന്നീട് ആഡ് ചെയ്യേണ്ട സംഗതി. ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം അഗെയിൻ മിക്സ് ചെയ്യുക. പിന്നീട് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അതൊരു അരക്കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. വെള്ളത്തിലൊന്ന് നല്ല രീതിയിലൊന്ന് കലക്കിയിട്ട് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കസൂരി മേത്തി 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. പിന്നീട് അടച്ചു വയ്ക്കുക. അതിനുശേഷം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് തൂക്കി കൊടുക്കണം. നല്ല രീതിയിലൊരു 10-15
15-20 മിനിറ്റ് ഒരു സ്ലോ കുക്ക് ചെയ്ത് എടുക്കണം. നല്ല രീതിയിൽ കുക്കായി എടുക്കുക. കറി ഡൺ. ഇതൊരു നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള കറിയാണ്. ഭയങ്കര ഒരു ഫ്ലേവർ ബോംബെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.